യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇപ്രകാരം ദൈവവചനവുമായി നിങ്ങൾ മുമ്പാകെ ആയിരിക്കാൻ വലിയവനായ ദൈവം നൽകിയ എല്ലാവിധ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് സഭയായി പരിസ്ഥിതി ഞായറായി വേർതിരിച്ചിരിക്കുകയാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനാണ് ഇപ്രകാരം നാം ചിന്തിക്കുന്നത്. സൃഷ്ടിയുടെ ദൈവിക ഭാഷണം, ക്രിയേഷൻ സ്പീക്സ് ഓഫ് ഗോഡ് എന്ന തീമിനെ ആസ്പദമാക്കിയാണ് ഇന്ന് സഭയായി ചിന്തിക്കുന്നത്. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ഇന്ന് ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 12-ന്റെ 24 മുതൽ 27 വരെ. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോണം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കാം. സൃഷ്ടിയുടെ നാഥനായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹപ്രദമായ ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിസ്ഥിതി ഞായറായി കർത്താവെ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ നീ നൽകിയ ഈ സൃഷ്ടിക്കായി എല്ലാം ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിൻ്റെ സൃഷ്ടിയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുന്നുവല്ലോ. നീ എന്ത് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവിക സൃഷ്ടികളുടെ ഉത്തരവാദിത്വമുള്ള കാര്യസ്ഥരായി സംരക്ഷകരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവിക വചനത്തിലൂടെ നിൻ്റെ നന്മയെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. 1970-കളിൽ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ റേണി എന്ന ഗ്രാമത്തിനടുത്തുള്ള വനത്തിൽ സർക്കാർ അനുമതിയോടെ ഒരു സ്വകാര്യ കമ്പനിക്ക് മരങ്ങൾ വെട്ടുവാനായിട്ടുള്ള ഉത്തരവ് നൽകി. എന്നാൽ ആ ഗ്രാമവാസികൾക്ക് ഈ വനം വെറും മരങ്ങളുടെ കൂട്ടം മാത്രമല്ലായിരുന്നു, അവ അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. വനത്തിൽ നിന്നാണ് അവർക്ക് വിറക്, കന്നുകാലികൾക്കുള്ള തീറ്റ, കുടിവെള്ള സ്രോതസ്സുകളുടെ സംരക്ഷണം എന്നിവ ലഭിച്ചിരുന്നത്. മരം വെട്ടലിനെതിരെ അനേകം എതിർപ്പുകൾ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. മരം വെട്ടുവാനായിട്ട് ആരംഭിക്കുന്ന ദിവസം ഗ്രാമത്തിലെ പുരുഷന്മാരെ തന്ത്രപൂർവം മറ്റൊരിടത്തേക്ക് വിളിച്ച് വരുത്തി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തൊഴിലാളികൾ വനത്തിലേക്ക് കടന്നു. വിവരമറിഞ്ഞ സ്ത്രീകൾ ഗൗരാദേവി എന്ന ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഉടൻ വനത്തിലേക്ക് ഓടിപ്പോയി. അവർ മരം വെട്ടുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ വനങ്ങൾ ഞങ്ങളുടെ അമ്മയാണ്. ആദ്യം ഞങ്ങളെ വെട്ടുക, പിന്നെ മരങ്ങൾ വെട്ടാം. ഈ വനങ്ങൾ ഞങ്ങളുടെ അമ്മയാണ്. ആദ്യം ഞങ്ങളെ വെട്ടുക, പിന്നെ മരങ്ങൾ വെട്ടാം. തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയെങ്കിലും സ്ത്രീകൾ പിന്മാറിയില്ല. അവർ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യ കവചം തീർത്തു. അവരുടെ ആ പ്രതിരോധം കാരണം ആ മരം വെട്ടൽ അവിടെ നിർത്തിവെക്കേണ്ടി വന്നു. അത് പിന്നീട് ചരിത്രപ്രസിദ്ധമായ ചിപ്കോ മൂവ്മെന്റ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു. ഇത് ലോകമെങ്ങും അതിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രമായി തീർന്നു. സൃഷ്ടി എന്നത് നിശബ്ദമല്ല, മറിച്ച് അത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആകാശവും ഭൂമിയും പക്ഷികളും പൂക്കളും നദികളും വൃക്ഷങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സാക്ഷികളാണ്. ഉൽപ്പത്തി പുസ്തകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങും. വെളിപാട് പുസ്തകം
പുതിയ സൃഷ്ടിയുടെ ദർശനത്തോടെ അവസാനിക്കുന്നു. ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഹൃദയം കൊണ്ട് കേൾക്കേണ്ട ഒരു ദൈവിക ഭാഷണമാണ് പ്രകൃതിയിലൂടെ സംസാരിക്കുന്നത്. തിരക്കേറി ഓടുന്ന ഓട്ടങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം വിസമ്മതരായി തീരുന്നു. മനുഷ്യൻ എന്നത് ഒരു ക്രിയേറ്ററാണ്. അതായത് മനുഷ്യന് കൈവശാവകാശം ദൈവം നൽകിയിട്ടുണ്ട്. അത് ഭൂമിയെ നശിപ്പിക്കുവാനോ ചൂഷണം ചെയ്യുവാനോ അല്ല, മറിച്ച് സൃഷ്ടിയുടെ ഉത്തരവാദിത്തമുള്ള പരിപാലനത്തിനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15 പറയുന്നു, ടു ടിൽ ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ്. അബദ്, ഷാമർ എന്നീ എബ്രായ പദങ്ങളിൽ നിന്നും ഉടലെടുത്തിരിക്കുന്ന വാക്കുകൾ വേല ചെയ്യുവാനും തോട്ടം കാപ്പാനും, ഉത്തരവാദിത്തത്തോടെ ദൈവ സൃഷ്ടിയിൽ പ്രവർത്തിക്കുക, അവയെ കരുതലോടെ പരിപാലിക്കുക. ഇതാണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശു കാക്കകളെയും പൂക്കളെയും നോക്കുവാൻ പറയുന്നു. പ്രകൃതിയിലൂടെ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കുവാനുള്ള ക്ഷണമാണ് അത്. ഒന്നാമതായി, ദാതാവാൻ ദൈവവും മനുഷ്യർക്കായുള്ള വിഭവങ്ങളും. പ്രൊവൈഡർ ഗോഡ് ആൻഡ് ഹിസ് പ്രൊവിഷൻ ഫോർ ഹ്യൂമൻ ബീയിങ്സ്. ദാതാവാൻ ദൈവവും മനുഷ്യർക്കായുള്ള വിഭവങ്ങളും. ഉൽപ്പത്തി പുസ്തകം 1 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം ഒരുക്കി. വെളിച്ചം, ജലം, മണ്ണ്, സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ, പക്ഷിമൃഗാദികൾ എല്ലാം ദൈവിക ദാനങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തികൾ 14-17 പൗലോസ് അപ്പോസ്തലൻ ലുസ്ത്രയിലെ ജനങ്ങളോട് ഇപ്രകാരം പറയുന്നു, അവൻ ആകാശത്തിൽ നിന്ന് മഴയും ഫലവത്തായ കാലങ്ങളും നൽകി. മഴ എന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. സൃഷ്ടിയുടെ ദൈവം ഇന്നും പരിപാലിക്കുന്നു. ദൈവം ലോകത്തെ സൃഷ്ടിച്ച് അതിനെ ഉപേക്ഷിച്ചിട്ടില്ല. കാക്കകളെ പോറ്റുന്ന ദൈവം ഇന്നും തൻ്റെ സൃഷ്ടികളെ പരിപാലിക്കുന്നു. ഇന്ന് മനുഷ്യൻ സാങ്കേതിക വിദ്യയിൽ വളരെയധികം മുൻപോട്ട് പോയിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ദൈവ സൃഷ്ടികളെ പോലെ പരിപൂർണമായിട്ടുള്ള സൃഷ്ടികളെ നിർമ്മിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. മഴ നിർമ്മിക്കുവാനോ സൂര്യനെ ഉദിപ്പിക്കുവാനോ മനുഷ്യന് സാധിക്കുകയില്ല. അതിനാൽ സൃഷ്ടിയുടെ എല്ലാ വിഭവങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, മനുഷ്യൻ സൃഷ്ടിയുടെ രാജാവല്ല, കാര്യസ്ഥനാണ്. മനുഷ്യൻ എന്നത് സൃഷ്ടിയുടെ രാജാവല്ല, മറിച്ച് കാര്യസ്ഥനാണ്. എന്നാൽ ഇന്ന് നാം ഓരോരുത്തരും സ്വയമേവ സൃഷ്ടിയുടെ രാജാവായി തീരുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു സമൂഹത്തിലാണ്. തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കായി പ്രകൃതിയെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നു, നശിപ്പിക്കുന്നു. എന്നാൽ നാം തിരിച്ചറിയണം, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് ചൂഷണത്തിനുള്ള അധികാരമല്ല, സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്തമാണ്. ചൂഷണത്തിനുള്ള അധികാരമല്ല, സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്തമാണ്. ഒരു കാര്യസ്ഥൻ യജമാനന്റെ സ്വത്ത് സംരക്ഷിക്കും. അതുപോലെ ദൈവമേൽപ്പിച്ച ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നാം ഓരോരുത്തർക്കുമാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രകൃതി സ്നേഹം മാത്രമല്ല, ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടയാളം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി, അനാവശ്യ ആകുലതകളെ ഒഴിവാക്കുക. അവോയ്ഡ് അൺനെസസറി വറീസ്. അനാവശ്യമായ ആകുലതകളെ ഒഴിവാക്കുക. ഇവിടെ യേശു ജീവിത ഭാരങ്ങളിൽ തകർന്നു പോയ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നവരോട് സംസാരിക്കുകയാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അനാവശ്യമായിട്ടുള്ള ആകുല ചിന്തകൾ. നാളെയെ പറ്റിയുള്ള ഭയം, സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക, ആരോഗ്യം സംബന്ധിച്ചുള്ള ഭയം. എന്നാൽ ഈ അനാവശ്യ ചിന്തകളാൽ എന്ത് നേടുവാൻ സാധിക്കുമെന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. ആയുസ് കൂട്ടിക്കിട്ടുന്നില്ല, ഭാവി നമ്മുടെ കയ്യിൽ നിയന്ത്രിതമാകുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല.
ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7 പറയുന്നു, മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ പറഞ്ഞു തരും. പക്ഷികൾ ജീവിക്കുന്നു, പൂക്കൾ വിരിയുന്നു, മരങ്ങൾ വളരുന്നു, അവ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുന്നു. അവ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുന്നു. ഇത് ഉത്തരവാദിത്തമില്ലാത്ത ജീവിതത്തിനുള്ള ഒരു വിളിയല്ല, മറിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിളിയാണ്. വിശ്വാസത്തോടെ ആകുലതകളെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഉത്കണ്ഠയും ഉത്തരവാദിത്വവും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ചേരികളാണ്. ഉത്തരവാദിത്വം എന്നത് പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ, ഉത്കണ്ഠയും ആകുലതകളും മനുഷ്യ ജീവിതത്തെ തളർത്തുവാനായിട്ട് ഇടയാക്കുന്ന ഒന്നാണ്. നമ്മൾ പ്രവർത്തിക്കുക, പക്ഷേ ഭയപ്പെടരുത്. പദ്ധതികൾ തയ്യാറാക്കുക, ആകുലപ്പെടരുത്. അധ്വാനിക്കുക, ദൈവത്തെ മറക്കുവാനായിട്ട് ഇടയാകരുത്. ഇന്ന് പലപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഓരോ പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പിന്നിൽ മനുഷ്യൻ്റെ ഭയവും അത്യാഗ്രഹവുമാണ്. എന്നാൽ സൃഷ്ടി ഓരോന്നും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുവാനാണ്. അനാവശ്യമായ ആകുലതയിൽ അകപ്പെടാതെ, നാളെക്കുറിച്ച് വിചാരപ്പെടാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. അതാണ് ഈ സൃഷ്ടിയും ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ പ്രകൃതി നമ്മളോട് പറയുന്നത്. പക്ഷികൾ അവരുടെ ജോലികൾ ചെയ്യുന്നു, എന്നാൽ അവ ഭയത്തിൽ ജീവിക്കുന്നില്ല. പൂക്കൾ വിരിയുന്നു, നാളെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. ആകുലതകൾ മനുഷ്യ ദൗർബല്യത്തെ വെളിപ്പെടുത്തുമ്പോൾ വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തും. അപ്രകാരം ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസത്തോടായിരിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി, ദൈവത്തിലുള്ള ആശ്രയം നന്മയുടെ ഒരു യാത്രയാണ്. ട്രസ്റ്റ് ഇൻ ഗോഡ് ഈസ് എ ജേർണി ഓഫ് ഗുഡ് ഫോർച്യൂൺ. ദൈവത്തിലുള്ള ആശ്രയം നന്മയുടെ ഒരു യാത്രയാണ്. യേശു പൂക്കളെ നോക്കുവാൻ പറയുന്നു, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല, എന്നിട്ടും അവയുടെ സൗന്ദര്യം ശലോമോന്റെ മഹത്വത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഇത് നമ്മെ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ദൈവത്തിലുള്ള ആശ്രയം നന്മയുടെ ഒരു യാത്രയാണ്. ദൈവത്തെ ആശ്രയിക്കുക എന്നത് നാം ഒന്നും തന്നെ ചെയ്യാതെ ദൈവമേ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു എന്ന് പറയുവാനല്ല. നാം പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, താൻ പാതി ദൈവം പാതി. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ പകുതി മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരായിട്ട് നമ്മൾ പലപ്പോഴും മാറാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും ദൈവം പകുതി പ്രവർത്തിച്ചുകൊള്ളും, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അപ്രകാരമുള്ള വ്യർത്ഥമായ ചിന്താഗതിയിലൂടെയാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് നാം എത്രത്തോളം ഒരു പ്രവൃത്തി ചെയ്യുന്നുവോ, പ്രവൃത്തി ചെയ്ത് ദൈവത്തെ ആശ്രയിക്കുന്നുവോ, അത്രത്തോളം ദൈവവും ആ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യും. നാം ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ എഫേർട്ട് 0 ആണെങ്കിൽ ദൈവത്തിൻ്റെ എഫേർട്ടും 0 ആയിരിക്കും. നാം എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അതിന് പ്രകാരമായിരിക്കും ദൈവവും നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് ദൈവിക കരുതലിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഒരു പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഏത് പ്രവൃത്തിയായാലും അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഒരുങ്ങണം. അപ്പോൾ മാത്രമേ, അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവവും നമുക്ക് വേണ്ടി പൂർണ്ണമായിട്ട് പ്രതികരിക്കും. വെളിപ്പാട് പുസ്തകം 22-ൽ ജീവജലത്തിൻ്റെ നദിയും ജീവവൃക്ഷവും കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ദൈവം സൃഷ്ടിച്ചു, ദൈവം പരിപാലിക്കുന്നു, ദൈവം നവീകരിക്കുന്നു. അതിനാൽ ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും നിരാശയിലേക്കുള്ള യാത്രയല്ല, പ്രത്യാശയിലേക്കുള്ള യാത്രയാണ്.
അത് ഒരിക്കലും ഭയത്തിലേക്കുള്ള യാത്രയല്ല, സമാധാനത്തിലേക്കുള്ള യാത്രയാണ്. അതൊരിക്കലും നാശത്തിലേക്കുള്ള യാത്രയല്ല, നവീകരണത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയാണ്. അപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭയമില്ലാതെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാൽ ദൈവം നമ്മേവരെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആകുലതകളെ ഒഴിവാക്കിക്കൊണ്ട്, സൃഷ്ടാവിനെ വിശ്വസിച്ചുകൊണ്ട്, സൃഷ്ടിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകണം. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി പ്രതികൂലം വന്നാലും ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കായി മറ്റൊന്നിനെ വേദനിപ്പിക്കാതിരിക്കുക. ദൈവം നൽകിയിട്ടുള്ള ഈ മനോഹരമായ സൃഷ്ടിയെ കാത്തു പരിപാലിക്കുന്ന നല്ല ഉത്തരവാദിത്തമുള്ള കാര്യസ്ഥരായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവം നമ്മെ അതിനായി ഒരുക്കി സഹായിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്നത് എൻ്റെ ചുറ്റുമുള്ള ഈ പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ബോധ്യം ഇന്ന് ഈ പരിസ്ഥിതി ദിന ഞായറിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകരുവാനായിട്ട് സാധിക്കണം. എൻ്റെ സഹസൃഷ്ടിയോട്, എൻ്റെ മറ്റു സൃഷ്ടികളോട് എൻ്റെ പ്രവർത്തനം എപ്രകാരമാണ്, എൻ്റെ ആകുലതകളുടെ മധ്യത്തിൽ ഞാൻ ഇവയെ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നാം ഓർക്കേണ്ടുന്ന ഒന്നാണ്. അതിനാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവ സൃഷ്ടിയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അതിനായി വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരാൾക്ക്